ഓഫാക്കുന്നത് എടുക്കുക. കത്തിയോട് ബക്കറ്റോടൊക്കെ തട്ടിക്കാണ്ട് അതിനെ പണിയൊക്കെ വെച്ചാ അല്ലാതെ തന്നെ ആകുന്ന പിന്നെ കാര്യത്തില്ലാണ്. ഒന്നാര മക്കളെ ഓരോ നൂൽപുട്ട് മതിയായിരുന്നു കാണ്ട് അപ്പം ചുട്ടിക്കണ് കേട്ടോ. അതിൽ എണ്ണ ഉണ്ട്, ചപ്പം വേണ്ടായിരുന്നു. എണ്ണ എല്ലാവരും പറ്റുള്ളൂ, അപ്പോന്ന് പറ്റാത്തോണ്ടാട്ടോ. നൂൽപുട്ട് ഉണ്ടാക്കി തിന്ന് ഞാൻ വന്നിട്ട് ഉണ്ടാക്കി തിന്നച്ചാഞ്ഞ് ഞാൻ ഇവിടുത്തെ 10 കടി ഉണ്ടാക്കല്. എന്നാലും നൂൽപുട്ട് ഉണ്ടാക്കി, മിഞ്ഞാന്ന് നൂൽപുണ്ടാക്കി, എന്നും നൂൽപുട്ട് ഉണ്ടാക്കുക. താത്താർക്കൊക്കെ ഒരു പാട്ടാടി കൊടുത്താ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വരാൻ പറഞ്ഞു കേട്ടോ. ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ട് കുറഞ്ഞിട്ടുണ്ട് നല്ലോണം. ഇനി ഒന്നും കൂടി നോക്കട്ടെ. ഞാൻ മൂലപ്പൊക്കെ പാടെ തിന്നോ ഞാൻ പ്ലേറ്റിക്ക് ഇടണ്ടേ അവിടെ വെച്ചടാ. ഒന്നാണ് നിന്നോട്ടെ. ഇടിച്ച് തിന്നണമെന്നുണ്ടെങ്കിൽ എടുത്താ മതി. വേണമെങ്കിൽ വെറുതെ എന്റെ പ്ലേറ്റിക്ക് ഇട്ട് ആരാ ഞാൻ തിന്നാൻ നടക്കണു? പൂച്ച. മുന്തിരി എങ്ങനെ ജ്യൂസ് അടിച്ചാന്ന് പറഞ്ഞു കൊടുത്താ അവർക്ക് അറിയില്ല. ഞാൻ കൂടെ വെച്ചാ നിക്ക പറയാ മുന്തിരി അടിച്ചേക്കാ. മുന്തിരിയുടെ അടിച്ചു കുടിച്ചു. ചോദിച്ചതാണ്. പാല് പാടില്ല മുന്തിരിക്ക്. മുന്തിരിക്ക് പാലാരോ പിന്നെ വെള്ളം പറഞ്ഞോണ്ട് അടിച്ച. ഓഹോനെ ഞാൻ പറയാ ഒറ്റ ഒന്നൊരു തടി അങ്ങ് വെച്ച് വെച്ചാറിയാണ്. എല്ലാരും ഓരോരോ തടി നോക്കണം. ഇന്റെ തടി ഞാൻ നോക്കണ്ടേ? അതൊന്ന് പോരാ. വെള്ളം കുറച്ചും കൂടെ പാർന്ന് ലേസം പഞ്ചായത്ത് അടിച്ച ആരറിയാ മുഹമ്മദേ മുന്തിരിക്ക് പാല് പോരാ. തണുത്തണം പറഞ്ഞോളൂ. ഇതൊക്കെ ആരാ മോറുക? മഞ്ഞപ്പിത്താന്നും പറഞ്ഞ ഞാനിപ്പോ കോഴി ഒന്നും തിരിച്ചു തരാം. പൊന്നാരറിതാനെ നന്ദിക്കൊക്കെ ഈ ഓണക്കമ്മീന് കൂടി തിന്നാൻ പറ്റൂല കേട്ടോ. ഒരു അരച്ചിനെ പിച്ചോ അല്ലെ അരച്ചിന്റെ കായം കിട്ടിയ പേരൊന്നും മതിയേനി. ഇതുണ്ടാക്കിക്കൊണ്ട് ഇതൊന്നും കണ്ണുമ്പിക്കളാം. ഒരു തുള്ളി ചോറും ഒരു കണ്ട അരച്ചിയും കൊടുക്കാം. എന്റെ മക്കളെ അല്ലേ നല്ല കുറവുണ്ടെങ്കിൽ നമുക്ക് പെരുന്നാളിന് ഒരു തുള്ളി ചോറും ഒരു അരച്ചിക്കണ്ടും കൊടുക്കാം. ഓൽമിനൊക്കെ എങ്ങനെ പച്ചക്ക് മുട്ടയൊക്കെ തിന്നാൻ ഛർദ്ദിക്കാൻ വരും. ഒരു എണ്ണത്തെ ഇങ്ങനെ വരും. എല്ലാം വരും. അമ്മമാരെയും കൊണ്ട് ഷുഗറും പ്രഷറൊക്കെ നോക്കാൻ ഇവിടെ ചിറ്റത്തുപാറ പോയതായിരുന്നു കേട്ടോ. ഇന്നലെ നല്ല കുഴപ്പവും ക്ഷീണവും ഛർദിച്ചൊക്കെ ചെയ്തു. ആകെ കട്ടിയിൽ അമ്പി പതിർക്ക് ഛർദിച്ചൊക്കെ ചെയ്തു. അതിന് പിന്നെ ഞാൻ എടുത്തുകാണ്ടിപ്പോ ചെവി വൃത്തിയാക്കി. അപ്പൊ ഞാൻ നേരം വെളുത്തപ്പോ ഡോക്ടറെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ടോ. അപ്പൊ ഷുഗറും പ്രഷറും ഒക്കെ നോക്കി. അപ്പൊ ഷുഗർ കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ ആ മരുന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അധികമൊന്നും കൊടുക്കാനൊന്നും പറ്റൂലല്ലോ അമ്മക്ക്. അപ്പോൾ നോമ്പ് മണിയായിട്ട് സാധനങ്ങളൊക്കെ അവിടെയും ഇവിടെയൊക്കെ വലിച്ചു വാരിട്ടിക്കുക കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം. എല്ലാം സ്റ്റോർ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. സ്റ്റോർ റൂമൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അതൊക്കെ മിക്കവാറും രാത്രി ആയിരിക്കും കേട്ടോ. ബേബികളെ ഉറങ്ങിയിട്ടാണ് ഇനിയിപ്പോൾ നിലമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതുന്നത്. അപ്പം നിലം വൃത്തിയാക്കണ വീഡിയോ എല്ലാവരും ചോദിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് വിടണ്ട് കേട്ടോ. ഞാനപ്പോൾ മേടിച്ചിട്ട് വിടാക്കുകയാണ്. ഇനിയിപ്പോൾ അതൊക്കെ വിടുമ്പോൾ അതാകെ നിലയല്ലേ ആകെ വൃത്തിയായിട്ടായി കിടക്കുകയല്ലേ. നമ്മൾ കമ്പിച്ചണ്ടിയൊക്കെ ഇട്ടുകാണ്ട് ഉരച്ച് കഴുകണം. അപ്പം അല്ലാതെ ഞാനൊന്ന് തുടച്ചെടുക്കലാണ്. ഇപ്പോൾ ഇനി 2-3-4 ദിവസമായിട്ടേ ആകെ വൃത്തിയേടായി കിടക്കുകയല്ലേ നമ്മൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടേക്കട്ടെ. ഒന്നും അതാത് സ്ഥാനത്തൊന്നും അല്ല കേട്ടോ കിടക്കണത്. ആകെ 4 ചുറ്റുപാടാണ് കിടക്കണം. നമ്മളെ ഷെയ്മോളും ഇല്ലെന്ന്. കുപ്പികളൊക്കെ ഉണ്ടായി അതൊക്കെ കണ്ണോ നോക്കി തുടച്ചേ കണ്ണോ
ചോറായിട്ടോ 2 നേരത്തിന് വെക്കാനാണ്. ഇനിയിപ്പോ നിങ്ങൾ നോൽബൊക്കെ ആണെങ്കിൽ ചിലപ്പോ തെരച്ചൊക്കെ ഉണ്ടെങ്കിൽ അന്തിക്ക് വെക്കേണ്ടി വരൂല. അപ്പൊ ഞാൻ രസം വെച്ചിട്ടുള്ളൂ. ആ എന്തേലും ക്ഷീണ സ്നേഹമുള്ള മകന് പോരാ. ഇതൊന്നും ക്ഷീണം മാറൂല. അതാ പറഞ്ഞത് ഏതോ ഒരു മധുരം ചോറായിട്ടുണ്ട്. ഇനിയിപ്പൊ അതിക്ക് കൂട്ടാനും തരേട്ടോ. എല്ലാരോടത്തെ സ്ഥിതി അതന്നെയാണല്ലേ. ചോറായി കഴിഞ്ഞാ കൂട്ടാനും തരേല് ചാറ് അപ്പൊ ക്യാബേജ് ഒന്നീനല്ലേ. അത് വെക്കട്ടെ. ഇനിയിപ്പോ നോമ്പാവുമ്പോ അവിടെ ക്യാബേജ് ഒന്നും പറ്റില്ല. കഴിച്ചുണ്ടാവോ മക്കളെ? അപ്പൊ നമ്മളെ കുപ്പി പാട്ടിയൊക്കെ അങ്ങനെയാണ് ബോക്സാക്കി വെച്ചു കേട്ടോ. മതി ഈ നോമ്പ് അങ്ങനെ പോട്ടെ. അടുത്ത നോമ്പിന് ഇൻഷാ അല്ലാഹ് എല്ലാം റെഡി ആവട്ടെ അല്ലേ. ദുആ ചെയ്യ എല്ലാരും. നമുക്കും വേണ്ടി ഞാനും ദുആ ചെയ്യലുണ്ട് കേട്ടോ. എല്ലാവർക്കും റെഡിയായി കിട്ടാനും വേണ്ടിക്കാണ്ട് നമ്മളെല്ലാരും ഓരോ പ്രതിസന്ധി കൂടെ അല്ലേ ജീവിച്ചു പോണ്. ആരും എല്ലാവർക്കും തേഞ്ഞോരൊന്നും ഇല്ലല്ലേ. ആരാടാ വന്നിക്കണ്? എന്റെ അടി പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. ആരോ വന്നു പോയോ? ഹായ് അസ്സലാമു അലൈക്കും. അപ്പം എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ? അപ്പം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണു അൽഹംദുലില്ലാ. അങ്ങനെയൊക്കെ പോണു കേട്ടോ മക്കളെ. അപ്പം ഇതാക്കണ തുടക്കലും ഒരു പണികളൊക്കെ തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുപ്പിയും പാട്ടയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചു. ഞാനതിത്തെ പൊടികളൊന്നും മാറ്റി വെച്ച് കണ്ടൊന്നും തുടച്ചിട്ടില്ല കേട്ടോ. മോൾ ഭാഗത്തു കൂടെ ആ പൊടി പടലങ്ങളൊക്കെ ഒന്നാണ് വൃത്തിയാക്കി. കുപ്പിയൊക്കെ മാറ്റിയിരുന്നു കേട്ടോ. കുപ്പിയൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ ആ തിണ്ട് ഭാഗങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി. എന്തെങ്കിലുമൊക്കെ ഒരു പേപ്പറൊക്കെ വെക്കലുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ആ പേപ്പറിന് അയലോക്കത്തേക്ക് പായണ്ടായിരുന്നാണ്. ഞാൻ പറഞ്ഞു കുട്ടികളോട് അതൊന്നും വേണ്ട നമുക്ക് ഇങ്ങനെയാണ് വെക്കാൻ. അപ്പോൾ ഇതാക്കണം അവിടെയൊക്കെ ഞാൻ ഉരച്ച് കഴുകിട്ടോ. ഉരച്ച് കഴുകണമെന്നും ആ ഭാഗങ്ങളിലൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം ഞാൻ എടുത്ത് കഴിഞ്ഞിട്ട് ഇത് മണ്ടി വരുന്നുണ്ട് കേട്ടോ. വീഡിയോ കൊണ്ട് ക്യാമറയും കൊണ്ട് ഓടി വരുന്നുണ്ട്. അപ്പം എന്താ മങ്ങൾ ഇതൊന്നും എടുക്കാത്തത്? അപ്പം മതി എടാഞ്ഞ് ഇങ്ങനെ ഈ ഒരക്കണോ തേക്കണോ എന്നും വിടണ്ടല്ലോ. അപ്പം എന്തായാലും ഇതും കൂടി ഒന്നാണ് വിടാന്ന് കരുതിക്കാണ്ട് അപ്പം നമ്മളെ കമ്പിച്ചണ്ടിയും വിമ്മിൻ്റെ സോപ്പ് ഇട്ടുകാണ്ട് നല്ലോണം എന്നാണ് ഉരച്ച് വൃത്തിയാക്കി ആ ഭാഗങ്ങളിലൊക്കെ കേട്ടോ. അപ്പം രാവിലത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഒരു തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ അപ്പം ആകെ അവിടെയൊക്കെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഏതായാലും ഞാൻ ഒരുങ്ങി കെട്ടി ഇറങ്ങിയാൽ അവിടെ ഒന്നാണ് വൃത്തിയാക്കണമല്ലോ. അപ്പം ആ വൃത്തിയാക്കണ നമുക്കൊന്നാണ് ഉരച്ച് വൃത്തിയാക്കാമെന്ന് കരുതി ആ ഗ്രില്ലുകളൊക്കെ ഒന്നാണ് തുടച്ച് എല്ലാം വൃത്തിയാക്കിയിട്ടോ. ഞാൻ അവിടെയൊക്കെ കമ്പിച്ചണ്ടി ഇട്ട് ഉരച്ചിരുന്നു. പിന്നെ നമ്മളെ കുക്കറൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൂക്കി കഴിഞ്ഞാൽ ആകെ ഇങ്ങോട്ട് ചിന്നിച്ചിതറി അവിടെയൊക്കെ അങ്ങോട്ട് മഞ്ഞപ്പൊടിൻ്റെ വെള്ളമൊക്കെ ആകെ ആവലുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ ടൈലായതുകൊണ്ട് തുടച്ചാണ് വൃത്തിയാക്കി എടുക്കല. ഇന്നിപ്പോൾ ഞാൻ നന്നായിട്ട് കമ്പിച്ചണ്ടിയൊക്കെ ഇട്ടുകാണ്ടാണ് ഉരച്ചെടുത്തു കേട്ടോ. നന്നായിട്ട് വൃത്തിയാക്കി. അപ്പോൾ ആ ഉരച്ച് വൃത്തിയാക്കണമെന്നും വല്ലാതാണ് പെടുത്തിയിട്ടില്ല കേട്ടോ. നന്നായിട്ട് അവിടെ വൃത്തിയേടൊക്കെ ഉണ്ടാവുമ്പോഴേ നമ്മളങ്ങനെ ക്യാമറയിൽ വല്ലാതാണ് പെടുത്തണ്ടല്ലോ എന്ന് കരുതികാണ്ട് അപ്പം എല്ലാം തുടച്ച് വൃത്തിയാക്കി. ഇനി അടിയും കൂടി ഉണ്ടെന്നാണ് ഉരച്ച് കഴുകാൻ കേട്ടോ. അടിഭാഗം ഉരച്ച് കഴുകണ വല്ലാത്തൊരു പണി തന്നെയാണ്. ഇടക്കൊക്കെ ഞാനും കാക്കും ഇടക്കൊക്കെ ചെയ്തിരുന്നതാണ്. ഇന്നിപ്പോൾ നല്ലോണം ഉണ്ട് പെയിൻറ്റിൻ്റെ അതൊക്കെ ഇങ്ങോട്ട് ചാടിയിട്ടേ മുറ്റേതാ ഏതാ ഒന്നും തിരിച്ചറിയണില്ല. നമ്മളെ തുടച്ചണ് വൃത്തിയാക്കിയിടൊന്നും കരുതികാണ്ട് ഞാൻ ഷെയ്മോളോട് പറയലാട്ടോ ഈ ഫാൻ്റെ എന്തേലൊക്കെ ഇട്ടുകാണ്ട് ബേബികളെ നിലത്തിരുത്തിയാൽ മതി എന്ന് പറയല. അവരിങ്ങനെ മുട്ടെത്തണയല്ലേ. അപ്പം അതിൻ്റെ അടിയിൽ വിരുന്നാരൊക്കെ വന്ന് നിങ്ങൾ കണ്ടില്ലേ. അപ്പം അത് അമ്മാൻ്റെ നനച്ചുള്ളി പോലെയൊക്കെ കഴിഞ്ഞു തുടങ്ങിയിരുന്നു കേട്ടോ. നോക്കണ്ട അടിയൊക്കെ നന്നാക്കാണ്ട് ഇവിടൊക്കെ പെയിന്റ് അടിച്ച് സാറൊക്കെ അടുക്കള അടിച്ചിട്ടില്ല പെയിന്റ് കഴിഞ്ഞു. അടിയൊക്കെ ഇനി ഓരോ ഉറങ്ങട്ടെ.
എന്നിട്ട് ഞാനും കാക്കു ചെയ്യുള്ളൂ കേട്ടോ. ഒന്നും മൊത്തത്തിലൊക്കെ ഒന്നും നന്നാക്കി അടുക്കളയൊക്കെ ഒന്ന് ഉരച്ച് ആ ടൈലും അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഉരച്ച് നന്നാക്കി ഇടയ്ക്കിടയ്ക്ക് കന്തിക്ക് വരക്കണം. ആ പാത്രം മുറി കഴിഞ്ഞ് കണ്ട് അപ്പൊ 1 മണി 2 മണിയൊക്കെ ആവും. കാക്കു ചീത്താറിട്ടോ മതി എടുത്ത് തരുന്നുണ്ട്. അപ്പൊ അപ്പോഴൊക്കെ അതിന് ഒഴിവ് കിട്ടുള്ളൂ. നമ്മള് രാവിലെ എല്ലാ പണി കഴിഞ്ഞോണ്ട് തുടക്കുമല്ലോ, അതൊരു വലിച്ചലേ കിട്ടുള്ളൂ. അപ്പൊ താക്കൾ ഇത്രയൊക്കെ നന്നാക്കി ആ കുപ്പിയും പാട്ടയൊക്കെ ഒന്ന് തുടച്ചൂട്ടോ നന്നായിട്ട്. ഇവിടെയൊക്കെ കണ്ടോ ഗാനമേള തുടങ്ങിയേക്കണ്. അപ്പൊ നമ്മളെ കുപ്പിയും പാട്ടയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചു കേട്ടോ. അവിടെയൊക്കെ ഒന്ന് ടൈലൊക്കെ ഒന്ന് നല്ലോണം തുടച്ച് വൃത്തിയാക്കി വെട്ടി തിളങ്ങണുണ്ടാവും. ടൈലൊക്കെ ഒന്ന് ഒരച്ച് വൃത്തിയാക്കിട്ടോ. അവിടെയൊക്കെ ഇനി നിലത്തേക്കൊന്നും നോക്കണ്ട. നിലൊക്കെ ഒന്ന് ഞാൻ നല്ലോണേ മുറ്റത്തേക്ക് നോക്കിയ മാതിരി ഉണ്ടാവൂലേ മക്കളെ നിലം. ഇനി ഒന്ന് ഒരച്ച് തേച്ച് കാണ്ടേ മുറ്റത്തേക്ക് നോക്കിയാൽ മാതിരി ഉണ്ടാവും. ഞാൻ ഒരച്ച് നന്നാക്കട്ടെ കേട്ടോ. ഇനി നമ്മളെ സ്റ്റോർ റൂമൊക്കെ നോക്കാൻ പറ്റുക. ഞാൻ സ്റ്റോർ റൂം ഒന്ന് നന്നാക്കട്ടെ. നന്നാക്കിയിട്ട് കാട്ടി തരാം കേട്ടോ. അതൊന്നും കാട്ടി തരണ്ട അന്ന് കാക്കൂ. എന്തെങ്കിലുമൊക്കെ പറയാം ആരെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ. എല്ലാവരും ഇങ്ങനെ തന്നെയൊക്കെ ആരും. പിന്നെ ഒന്ന് ഇടക്കിടക്ക് വൃത്തിയാക്കണ ആരും അല്ലേ. ഇവിടേക്ക് ഒന്ന് നന്നാക്കട്ടെ. അപ്പം നമ്മൾ കാക്കുതാക്കണ ഫാനുകളൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടോ. പെയിൻറ്റും പണിയൊക്കെ കഴിഞ്ഞപ്പോഴേ കോണി കൊണ്ടുപോയി കൊടുക്കണ്ടേ. അപ്പം ആ ഫാനും കൂടി ഒന്നാണ് തുടച്ചാൽ പണിയൊക്കെ ഒന്നാണ് കൊണ്ടുപോയി കൊടുക്കാമല്ലോ. അപ്പം ഇനി ജനാലും വാതിലുകളൊക്കെ തുടച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മുന്നിലെ വാതിൽ ഞാൻ തുടച്ചിട്ടില്ലായിരുന്നു. അവിടെ ഇങ്ങനെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോഴേ ഇനി അതും കൂടിയൊക്കെ ഒന്നാണ് തുടക്കട്ടെ. ആകെ 2 വാതിലുള്ളൂ. അതാണ് തുടച്ച് വൃത്തിയാക്കിയാൽ അതുകൊണ്ട് കഴിയുമല്ലോ. അപ്പോൾ കാക്കു പറയുന്നുണ്ട് നേരം കുറേ അയക്കണം, ഇനി വേഗം കുളിച്ചോ. ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോ. അസ്സലാമു അലൈക്കും.